नमस्ते जगल्पते नमस्ते रमापते नमस्ते दाशरथे नमस्ते सतां पते नमस्ते वेदपदे നമസ്തേ. നമസ്കാരം. രാമായണ പാരായണത്തിന്റെ 19ാം ദിവസത്തിലേക്ക് നമ്മൾ എത്തി നിൽക്കുകയാണ്. സുഗ്രീവന്റെ രാജ്യാഭിഷേകം കഴിഞ്ഞ് ലക്ഷ്മണൻ രാമനടുത്തേക്ക് വരികയാണ്. അപ്പോൾ രാമന്റെ അടുത്തേക്ക് വരുമ്പോൾ രാമനോട് ഉപദേശമാണ് ലക്ഷ്മണൻ ചോദിക്കുന്നത്. ആ ചോദിക്കുന്ന ഉപദേശം ക്രിയാമാർഗോപദേശമാണ്. അദ്ദേഹം വന്ന് കേൾക്കയിൽ ആഗ്രഹം പാരം ക്രിയാമാർഗമാഖ്യാഹി മോക്ഷപ്രദം ത്രിലോകീപതേ എന്നാണ് അദ്ദേഹം പറയുന്നത്. വർണ്ണാശ്രമികൾക്ക് മോക്ഷദം പോലത് വർണ്ണിച്ചിരുൾ ചെയ്യുക വേണം ദയാനിധേ എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ ഇത് വൈദികവും താന്ത്രികവുമായ ശൈലിയിലാണ് രാമൻ ലക്ഷ്മണന് പറഞ്ഞു കൊടുക്കുന്നത്. ഇതിന്റെ പ്രാധാന്യം രാമായണത്തിൽ എന്താണ് എന്ന് നമുക്ക് ആചാര്യനോട് ചോദിച്ചു മനസ്സിലാക്കാം. കൂടെയുള്ളത് ആചാര്യൻ ശ്രീ ഗോപിനാഥ് പുത്രക്ക്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യും. നമസ്തേ. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നാം അധ്യാത്മരാമായണത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ പിടിച്ചുപറ്റുന്ന ഒരു ഭാഗമാണ് കിഷ്കിന്ധകാണ്ഡത്തിലെ ക്രിയാമാർഗോപദേശം. പേരുപോലെ തന്നെ ക്രിയാമാർഗം ഉപദേശിക്കുകയാണ് ഇവിടെ. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ലക്ഷ്മണകുമാരൻ ശ്രീരാമനോട് പൂജാവിധാനങ്ങളെപ്പറ്റിയും ആചരണവിധികളെപ്പറ്റിയും ചോദിക്കുകയാണ്. അതിൻ്റെ സംക്ഷിപ്തമായ വിവരണമാണ് ക്രിയാമാർഗോപദേശം. നമുക്കിവിടെ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ മാത്രം പറയാവുന്ന ഒന്നാണ്. അധ്യാത്മരാമായണത്തിൽ അതിൻ്റെ മൂലഭാഗത്ത് 45ഓളം ശ്ലോകങ്ങളിലാണ് അത് വർണ്ണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ സാങ്കത്യം എന്താണെന്നുള്ളതാണ് വിഷയം. ഈ കഥാകഥന രീതിയിൽ അല്ലെങ്കിൽ ഈ കഥാകഥന വേളയിൽ എന്തുകൊണ്ട് ഇങ്ങനൊരു ഭാഗം ഇതുമായി ബന്ധിപ്പിച്ചു എന്ന കാര്യമാണ് നാം ചർച്ച ചെയ്യുന്നത്. നമുക്ക് അത്യാവശ്യം ചില കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടുന്നത് കൊണ്ട് അങ്ങനെ തന്നെ നമുക്ക് മനനം ചെയ്യാം. ഇവിടെ പൂജാവിധാനങ്ങളെ പറ്റിയും വൈദിക വിധിപ്രകാരമുള്ള ആചരണ വിധികളെ പറ്റിയുമാണ് ശ്രീരാമൻ ഉപദേശിച്ചു കൊടുക്കുന്നത്. എത്രയൊക്കെ പാണ്ഡിത്യമുണ്ടെങ്കിലും എത്രയൊക്കെ ശാസ്ത്രം പഠിച്ചിട്ടുണ്ടെങ്കിലും ജീവിതത്തിൽ കൃത്യമായ ആചരണമില്ലെങ്കിൽ ആ ജീവിതം പ്രേതതുല്യമായിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ഇവിടെ ഉപദേശിക്കുവാൻ കാരണം. നിത്യം ചെയ്യേണ്ടതായ കർമ്മങ്ങളുണ്ട്, ചില പ്രത്യേക അവസരങ്ങളിൽ ചെയ്യേണ്ടതായ കർമ്മങ്ങളുണ്ട്. ഇത് രണ്ടും മനസ്സിലാക്കി വേണം നാം നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാൻ. അതാണ് ക്രിയാമാർഗോപദേശം. ക്രിയ എന്താണ് നമ്മളുടെ ജീവിതത്തിൻ്റെ ക്രിയ, എങ്ങനെ പൂജ ചെയ്യണം, എങ്ങനെ ആചരണം നടത്തണം, എന്തൊക്കെ കാര്യങ്ങൾ അനുഷ്ഠിക്കണം എന്നുള്ളതിനെ പറ്റി വളരെ വിശദമായിട്ടാണ് ഈ ഭാഗത്ത് അവതരിപ്പിച്ചിരിക്കുന്നത്. അതിൽ പണ്ടൊക്കെ ഭാരതത്തിൽ ഇത്തരം കാര്യങ്ങൾക്കൊന്നും ഒരു ഉപദേശം ആവശ്യമുണ്ടായിരുന്നില്ല. ഭാരത സംസ്കാരം നിത്യാചരണങ്ങൾക്ക് വളരെ പ്രാധാന്യം കൊടുത്തിട്ടുള്ളതായിരുന്നു. എന്നാൽ ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ ആചരണ സംസ്കാരം കുറവായിരുന്നു എന്ന് വേണം കരുതാൻ. അതുകൊണ്ടാണ് കവി അതിന് ഒരു പ്രാധാന്യം കൊടുത്തത്. അത് ഈ ഒരു സമയത്ത് തന്നെ വേണമെന്നും അദ്ദേഹം തീരുമാനിച്ചത്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മളൊക്കെ ജീവിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതം കർമ്മകാണ്ഡത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഈ കർമ്മകാണ്ഡത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് എപ്പോഴാണ് ഉപാസനയ്ക്ക് സൗകര്യം ലഭിക്കുക? ഉപാസന ഇല്ലെങ്കിൽ നമ്മുടെ ആത്മ ഉന്നതിയെ വർദ്ധിപ്പിക്കുവാൻ സാധിക്കുകയില്ല. ഉപാസനയാണ് ഒരു വ്യക്തിയെ എല്ലാ അർത്ഥത്തിലും മനുഷ്യനാക്കി തീർക്കുന്നത്. നിത്യം ഉപാസന. ഇപ്പോൾ കാലേ കുളിക്ക വേണം ദേഹശുദ്ധയെ എന്നൊക്കെ അവിടെ പറയുന്നുണ്ട്.
അപ്പോൾ ശ്രുതി പുരാണങ്ങളിലൂടെയാണ് നാം അത് മനസ്സിലാക്കുന്നത്. അദ്ഭുത് ഗാത്രിയാണി ശുദ്ധ്യന്തി മനഃസത്യേന ശുദ്ധ്യതി വിദ്യ തപോഭ്യാം ദാനേന എന്നിങ്ങനെയാണ് പ്രമാണം. ഇപ്പോൾ ദേഹത്തെ നമുക്ക് ജലം കൊണ്ട് ശുദ്ധീകരിക്കാം. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് കുളിക്കുക എന്നുള്ളത് അതിൻ്റെ ഭാഗമാണ്. ഇനി സത്യേന ശുദ്ധ്യതി, മനസ്സോ സത്യഭാഷണം കൊണ്ടാണ് ശുദ്ധീകരിക്കുന്നത്. ഇപ്പം ശരീരം നമുക്ക് വെള്ളം കൊണ്ട് ശുദ്ധീകരിക്കാം, പക്ഷെ മനസ്സ് സത്യഭാഷണം കൊണ്ടാണ് ശുദ്ധീകരിക്കുന്നത്. പിന്നെയുള്ളതോ വിദ്യ, തപസ്, ദാനം തുടങ്ങിയിട്ടുള്ള ഗുണങ്ങളാണുള്ളത്. ഏത് സമാജവും വ്യവസ്ഥാപിതമായ ജീവിതത്തിലൂടെയാണ് മുന്നേറുന്നത്. അല്ലാതെ പ്രഭാതത്തിൽ എഴുന്നേൽക്കാതിരിക്കുക, തോന്നുമ്പോൾ കിടക്കുക, ഭക്ഷണം കഴിക്കുക, അങ്ങനെയുള്ളൊരു വ്യവസ്ഥയല്ല ആവശ്യം. വ്യക്തമായിട്ടുള്ളൊരു മാർഗനിർദ്ദേശം നമ്മുടെ ജീവിതത്തിന് ആവശ്യമാണ്. അതാണ് ഇതിൻ്റെ ഒന്നാമത്തെ കാര്യം. ഇതിൽ തന്നെ പറയുന്നുണ്ട്, ഞാൻ എല്ലാ ഭാവവും സ്പർശിക്കുന്നില്ല, എങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഗുരുകുല സംസ്കാരം അനുസരിച്ച് രാവിലെ എഴുന്നേറ്റാൽ ബ്രഹ്മചാരികൾ കൃത്യമായിട്ടുള്ള സന്ധ്യാവന്ദനം, അഗ്നിഹോത്രം എന്നിവ ചെയ്തിട്ടാണ് അന്നത്തെ പദ്ധതികളിലേക്ക് അവർ കടക്കാറുള്ളൂ. ഇന്നിപ്പോൾ സന്ധ്യാവന്ദനം എന്ന് പറയുന്നത്, നിത്യം ഉപാസനയുടെ ഭാഗമായ സന്ധ്യാവന്ദനം എന്ന് പറയുന്നത് ചില പ്രത്യേക വിഭാഗങ്ങളുടെ മാത്രമായി ചുരുങ്ങിയിരിക്കുന്നു. എല്ലാവർക്കുമില്ല. നാമജപം പോലുമില്ല. വിളക്ക് വയ്ക്കുന്നത് പോലും ഒരു സാധാരണ സംഭവമായിട്ട് മാറിയിരിക്കുന്നു. വേണമെങ്കിൽ വയ്ക്കുക, ചിലപ്പോൾ അതിന് സമയം കിട്ടില്ലെന്ന് വരും. അപ്പോൾ സമയം കിട്ടാത്തത് കൊണ്ട് അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ 24 മണിക്കൂറിൽ സമയം ഇല്ലാത്തത് കൊണ്ട് നമുക്ക് പലതും ചെയ്യാൻ കഴിയുന്നില്ല എന്നതുകൊണ്ടാണ് പലപ്പോഴും ആചരണം പോകുന്നത്. ഈ ആചരണം ഇല്ലെങ്കിൽ ആ ജീവിതം മൃതപ്രായമായിരിക്കും. നമ്മൾ ആചരിച്ച് പഠിക്കണം. പക്ഷെ ഇന്ന് കേരളത്തിൽ പലപ്പോഴും ക്ഷേത്രങ്ങളിലാണെങ്കിലും അതുപോലുള്ള പ്രസ്ഥാനങ്ങളിലാണെങ്കിലും ആഘോഷങ്ങളാണ് കൂടുതൽ. ആചരണത്തിന് പ്രാധാന്യമില്ല, ഒന്നും ആചരിക്കുന്നില്ല, അത് പോയി. അപ്പോൾ ആഘോഷങ്ങളും അതുപോലുള്ള പരിപാടികളിലും മാത്രം ഒതുങ്ങി നമ്മുടെ ഹൃദയത്തെയും ആത്മാവിനെയും മനസ്സിനെയും ശുദ്ധീകരിക്കാനും നവീകരിക്കാനുമുള്ള പദ്ധതികൾ നാം നടപ്പാക്കുന്നില്ല. അത് അത്യന്താപേക്ഷിതമാണ് എന്ന കാര്യം കൂടി നമ്മളിവിടെ ഓർമ്മിക്കണം. ഇവിടെ തന്നെ പറയുന്നുണ്ട്, ഉപാസനാഗ്നവും, ഉപാസനയുടെ അഗ്നി കൊളുത്തി ഉപാസന ചെയ്യണം എന്നാണ് എൻ്റെ അർത്ഥം. ഉപാസനാഗ്നവും ചരണാഹ വിഷാദ സോപാധിന എന്നൊരു ഭാഗം പറയുന്നുണ്ട്. നിത്യം ഉപാസനാഗ്നി കൊളുത്തി നാം ഉപാസിക്കണം. ആദ്യം പറഞ്ഞല്ലോ അഗ്നിയുടെ പ്രാധാന്യം. അപ്പോൾ അഗ്നിമുഖം കൊണ്ട് ചുരുങ്ങിയ പക്ഷം വിളക്ക് കത്തിച്ചാലും മതി. ആ വിളക്ക് കത്തിച്ച് കൃത്യമായ രീതിയിലുള്ള ആരാധന നടത്തിയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിത്യം ഉപാസനാഗ്നിഹോത്രം ചെയ്യണമെന്നാണ് പറയുന്നത് വീടുകളിൽ. കാരണം വീടിൻ്റെ സംസ്കാരം അനുസരിച്ച് ആ വീടെന്ന് പറയുന്നത് ഗാർഹവത്യാഗ്നി കൊളുത്തിയിട്ടുള്ള വീടാണ്. ഒരു ഗൃഹസ്ഥാശ്രമ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തി തൻ്റെ പത്നിയെ കൊണ്ടാണ് ആദ്യമായിട്ട് ഗാർഹവത്യാഗ്നി കൊളുത്തിക്കുന്നത്. അതിന് കുടിവയ്പ് എന്ന് പറയും. അപ്പം അങ്ങനെ ആ ഗാർഹവത്യാഗ്നി കൊളുത്തി നിത്യം ഉപാസന ചെയ്ത് ജീവിക്കുന്ന ഹൈന്ദവ ഗ്രഹങ്ങൾക്ക് എന്നും ഐശ്വര്യം ഉണ്ടാകും. അത് നമ്മൾ ചെയ്യണം. ഇതൊക്കെ ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതുകൊണ്ടാണ് ഈ ഒരു മാർഗം ഇവിടെ വളരെ വിശദമായ രീതിയിൽ ഉപദേശിച്ചിട്ടുള്ളത്. ഓരോ രീതിയിൽ പൂജാവിധാനങ്ങളെ പറ്റി പറയുന്നുണ്ട്. മൃണ്മയമായ ചാണകം മെഴുകിയ നിലത്ത് തൻ്റെ ബിംബം വച്ച് കൃത്യമായ രീതിയിൽ പൂജ ചെയ്ത്, മാനസ പൂജ ചെയ്ത് നമ്മുടെ ആ ഈശ്വര പ്രേമം വർദ്ധിപ്പിക്കുകയും നമ്മുടെ ജീവിതത്തെ ആശ്രമതുല്യമാക്കി തീർക്കുകയും ചെയ്യുക. ഓരോ ജീവിതവും ആശ്രമതുല്യമാണ്. അതുകൊണ്ടാണല്ലോ ഗൃഹസ്ഥാശ്രമം എന്ന് പറയുന്നത്. അപ്പോൾ ഗൃഹസ്ഥനാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. ഗൃഹസ്ഥാശ്രമത്തിൽ ആ ഗൃഹസ്ഥൻ കൃത്യമായില്ലെങ്കിൽ മറ്റുള്ള ആശ്രമങ്ങളെല്ലാം തകർന്നു പോകും. ഈ ഒരു ഗൃഹസ്ഥാശ്രമം എന്ന് പറയുന്ന ഒരു വലിയ ഒരു പുഴയായിട്ട് നദിയായിട്ട് വേണ്ടി പറയാം. അപ്പോൾ അതിൽ വന്നിട്ട് വേണം എല്ലാവർക്കും നേരെ സമുദ്രത്തിലേക്ക് പോകാൻ. അപ്പം അങ്ങനെ ആ ഗാർഹസ്ഥ്യം എന്നുള്ളത് വളരെ ഉദാത്തമായ ഒരു സങ്കല്പമാണ്. അവിടെയാണ് ഈ പൂജകൾക്കും അതുപോലുള്ള ആചരണങ്ങൾക്കും പ്രാധാന്യമുള്ളത്. ഞാൻ വളരെ ചുരുങ്ങിയ വാക്കുകളിലാണ് പറയുന്നത്. അപ്പം അങ്ങനെ ഹൈന്ദവ കുടുംബങ്ങളിൽ ഐശ്വര്യം വർദ്ധിക്കണമെങ്കിൽ കൃത്യമായിട്ടുള്ള ഈ പൂജാവിധാനങ്ങളും ഹോമങ്ങളും സന്ധ്യാവന്ദനാദി യജ്ഞങ്ങളും എന്ന് പറഞ്ഞാൽ ബ്രഹ്മയജ്ഞവും അവിടെ നടക്കണം എന്ന് ഇവിടെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് നാം രാമായണം വായിക്കുന്നതോടൊപ്പം നമ്മുടെ ഈ വ്രതമാസക്കാലത്ത് എല്ലാവരും അവരവരുടെ ഭവനങ്ങളിൽ കൃത്യമായ നാമജപാദികളും അതുപോലെ വേദമന്ത്ര ജപവും നാമസങ്കീർത്തനങ്ങളും ഒക്കെ നടത്തി യജ്ഞത്തോടു കൂടി ആചരണം നടത്തണം എന്നാണ് എല്ലാവരോടും ഉപദേശിക്കാനുള്ളത്. എല്ലാവർക്കും ആ പൂജാസങ്കല്പത്തിന് അനുകൂലമായ മനസ്സുണ്ടാകട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു.
നന്ദി, നമസ്കാരം. നമുക്ക് കൃത്യമായും ഇതെങ്ങനെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് ആവിഷ്കരിക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ചിന്ത വേണ്ടതാണ്. ഈ നമ്മുടെ ഹൈന്ദവീയമായ ഈ രാമായണത്തിൽ നിന്ന് കിട്ടുന്ന ഈ അമൃത് നമ്മൾ എല്ലാവരും പാനം ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ജയ് ശ്രീറാം. ജയ് ശ്രീറാം. നമസ്തേ ജഗൽപതേ നമസ്തേ രമാപതേ നമസ്തേ ദാശരഥേ